രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഭക്ഷണം കൊടുക്കുക. ഭക്ഷണം കൊടുക്കൽ മുൻജിയാത്തിൽ പെട്ടതാണ്. ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റിയ കാര്യമാണ് എന്ന് ഹദീസിൽ കാണാൻ കഴിയും. ഭക്ഷണം കൊടുക്കുക സുന്നികളായ ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇബാദത്താണത്. ഒരാൾ മരിച്ചാൽ 3 ഭക്ഷണം കൊടുക്കുന്നു, 7 ഭക്ഷണം കൊടുക്കുന്നു, ചിലവർ 14 കൊടുക്കുന്നു, 40 കൊടുക്കുന്നു, ആണ്ട് തോറും കൊടുക്കുന്നു, മാസം തോറും കൊടുക്കുന്നു. ഇത്ആമുത്ആമിന് വലിയ പ്രതിഫലമുണ്ട്. വയുത്ഇമൂന അത്ആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ. വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. അലാ ഹുബ്ബിഹി, ആരെയും കാണിക്കാനല്ല. ഞാനാണ് ഇന്ന് ഭക്ഷണം കൊടുത്ത ആളെന്ന്. മഹദർക്ക് ഭക്ഷണം ഉണ്ടോ? മഹല്ലറയിൽ ഭക്ഷണം കൊടുത്ത ആള് അയാളെ പേര് പറയത്തതിന്റെ പേരിൽ വിറ്റത്തെ മഹല്ലർക്ക് കൊടുക്കാതിരുന്നാൽ അത് അലാ ഹുബ്ബിഹി അല്ല. എന്ന് ഖുർആൻ പറഞ്ഞില്ലേ, അതേപ്പെട്ടല്ല. അയാൾക്ക് ഭക്ഷണത്തിലേക്ക് താല്പര്യം ഉണ്ടായിരിക്കെ തന്നെ മറ്റുള്ളവരെ തീറ്റിപ്പിക്കുകയാണ്. എന്തിനാണ് തീറ്റിപ്പിക്കുന്നത്? അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി. വേറെ ഒന്നും ലക്ഷ്യമാവാൻ പാടില്ല. പേര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ദ്വാരുന്നിട്ടില്ലെങ്കിലും നമ്മുടെ നെയ്യത്ത് അത് അള്ളാഹു തആല കാണും. അതിനാണ് മാർക്കുള്ളത്, പറച്ചിലിനല്ല. പറച്ചിൽ കൊണ്ട് കാര്യമില്ല. അല്ലാഹു തആല നമ്മളെ നെയ്യത്തൊക്കെ നന്നാക്കി തെരുമാറാവട്ടെ. അപ്പൊ ഭക്ഷണം കൊടുക്കുക, മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക. ദർസുള്ള സ്ഥലങ്ങളിലൊക്കെ ഭാഗ്യം ചെയ്ത ഉമ്മമാരാണ്. ദർസുള്ള നാട്ടില് ഒരുപാട് മുത്തഅല്ലിമീങ്ങൾക്ക് എന്നും ഭക്ഷണം കൊടുക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ അത് വലിയൊരു തൗഫീഖാണ്. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ അടുക്കൽ നിന്ന് എത്രയോ ആളുകൾ വലിയ വലിയ ആലിമീങ്ങളായി പോയി. മഹാനായ സുൽത്താനുൽ ഉലമ ഉസ്താദ് ഓതി പഠിക്കുന്ന കാലത്ത് ഉസ്താദിന് ഭക്ഷണം കൊടുത്തിട്ട് വീട്ടുകാരുണ്ടാവില്ലേ? അവരൊരു ഭാഗ്യം എത്രയാണ്. ഏത് മുത്തഅല്ലിമനാണ് അല്ലാഹു തആല വലിയ തൗഫീഖ് കൊടുത്ത് മുവഫഖാക്കി മാറ്റാൻ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. ആക്കിയാലും ഇല്ലെങ്കിലും ഓത്ത് നിർത്തിയാലും ഇല്ലെങ്കിലും നമ്മൾ ഭക്ഷണം കൊടുത്തത് വെറുതെ ആവില്ല. കാരണം അവര് അഹ്ലുൽ ഇൽമാണ്. നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അവർ മുത്തഅല്ലിമാണോ? ആണ്. അത് നോക്കിയാൽ മതി. ബാക്കിയൊന്നും നമ്മുടെ വിഷയമല്ല. അല്ലാഹു തആല നമ്മയൊക്കെ ഈ ഇൽമിന്റെ വഴിയിൽ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. മൂന്നാമതായി ഒരാൾക്ക് രക്ഷപ്പെടാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അസ്സലാത്തു ബില്ലൈൽ വന്നാസു നിയാം. ജനങ്ങളൊക്കെ ഉറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുക. തഹജ്ജുദ് നിസ്കരിക്കുന്നവര് മുത്തഖീങ്ങളാണ്. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റിട്ട് അല്ലാഹുവിലേക്ക് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് കൈ ഉയർത്തുകയാണ്. ഉയർത്തിയിട്ട് ദുആ ചെയ്യുകയാണ്. പടച്ച റബ്ബേ, ഞാൻ ഒരുപാട് സൽക്കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല. ചെറിയ ചെറിയ സൽക്കർമ്മങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. സ്വീകരിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പേടി വേണം, പ്രതീക്ഷയും കൂടെ വേണം. ഒരുപാട് തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. ആ തെറ്റ് റബ്ബ് പൊരുത്തപ്പെട്ട് തന്നിട്ടുണ്ടോ എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് എപ്പോഴും കരച്ചിലാണ്, പേടിച്ചിട്ട്. അല്ലാതെ പേടിക്കണം ഉമ്മമാരെ. നമ്മള് റമളാനുകൾ നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഒരൊറ്റ റമളാനിലും എന്റെ ദോഷം മുഴുവനായി പുറത്തു തന്നിട്ടുണ്ട് എന്നൊരു മെസ്സേജ് ഇന്ന് വരെ എനിക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ. പിന്നെങ്ങനെയാണ് നമ്മൾ ഓവർ പ്രതീക്ഷിക്കുക? ബേജാറാവാനല്ലേ നമുക്ക് സമയമുള്ളൂ. അല്ലാഹു നമുക്ക് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ദോഷം പൊറുക്കുന്ന കാര്യങ്ങളെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി പറയുന്നുണ്ട്. സലാസുൻ കഫാറാത്ത്, പാപം പൊറുക്കുന്ന 3 കാര്യങ്ങൾ. ഒന്ന് ഇസ്ബാഗുൽ വുദൂഇ ഫിസ് സബറാത്ത്, പ്രയാസമുള്ള സമയത്ത് വുദൂ പൂർണ്ണമായി ചെയ്യുക. ഒന്ന് നല്ല തണുപ്പുള്ള സമയത്ത് വുദൂ എടുക്കുമ്പോൾ നമുക്കൊരു പ്രയാസം ഉണ്ടാവും. 3 വട്ടം കഴിക്കാനൊക്കെ ഒരു മടി ഉണ്ടാവും. ആ സമയത്ത് പൂർണ്ണമായിട്ട് വുദൂ എടുക്കുക. രോഗമുള്ള സമയത്ത്
ചെറിയ രൂപത്തിലൊക്കെ തോന്നുണ്ടാക്കി വേഗം നിസ്കരിക്കാനാണ് നമുക്കൊക്കെ താല്പര്യം, ശരീരത്തിന്റെ ആഗ്രഹം അങ്ങനെയാണ്. ആ പ്രയാസമുള്ള സമയത്ത് ഇസ്ബാഹുൽ വുളൂ ചെയ്യുക, വുളൂ പൂർണ്ണമായിട്ട് എടുക്കുക, അതിൻ്റെ ആദാബുകളൊക്കെ പാലിക്കുക, അതിൻ്റെ എല്ലാ സുന്നത്തുകളും എടുത്ത് നിസ്കരിക്കുക. അങ്ങനെ നിസ്കരിക്കുന്ന ആളുകൾക്ക് ഹുളൂറുൽ ഖൽബോടെ നിസ്കരിക്കാൻ കഴിയും, ഹൃദയ സാന്നിധ്യത്തോടെ. അള്ളാഹു മരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് ഹുളൂറുൽ ഖൽബോടെ നിസ്കരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളിന്ന് മഗ്രിബ് നിസ്കരിച്ചില്ലേ, മഗ്രിബ് നിസ്കാരത്തിൽ നമുക്ക് എത്രയൊക്കെ ചിന്ത വന്നു, എന്തെല്ലാം ചിന്ത വന്നു. ഇശാഇ നിസ്കരിക്കാൻ പോകണം, എന്തെല്ലാം ചിന്ത വരും. അള്ളാഹുവിൽ മാത്രം, നിസ്കാരത്തിൽ മാത്രം ശ്രദ്ധിച്ച് ഒരു 2 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളത് ഹജ്ജ് ചെയ്യുന്നതിനേക്കാളും പ്രയാസമാണ്. ഹജ്ജിന് അങ്ങനെ പ്രശ്നമില്ലല്ലോ, തവാഫ് ചെയ്യുമ്പോൾ ഹജ്ജാണെന്ന് തന്നെ കരുതണം. സഈൽ മസ്അയില് അയാൾ സഅയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറൊന്നും അങ്ങനത്തെ ഷർത്തില്ലല്ലോ, ഒന്നുമില്ല. പക്ഷെ നിസ്കാരത്തിൽ 2 റക്അത്ത് മട്ടം പോലെ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ഇബാദത്ത് നിസ്കാരമാണ്. നിസ്കാരമായി കിട്ടാൻ അത് വലിയ പണിയാണ്. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയില്ലേ, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കരിക്കുന്ന ആൾക്ക് തോന്നിവാസം ഉണ്ടാവില്ല, വൃത്തികേടുകൾ ചെയ്യില്ല. നമ്മളൊക്കെ നിസ്കരിക്കുന്ന ആൾക്കാരല്ലേ, തോന്നിവാസം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവുന്നില്ലേ? എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വൃത്തികേടുകളാണ് ഉണ്ടാവുന്നത്? അള്ളാഹു ഇഷ്ടപ്പെടാത്ത എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു, നമ്മൾ നിസ്കരിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഖുർആൻ പറഞ്ഞത് എന്താണ്? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരം തോന്നിവാസങ്ങളെ തടയും എന്ന് പറഞ്ഞാൽ ഇന്ന സ്വലാത്ത, ഇന്ന സ്വലാത്ത് അല്ല, ഇന്ന സ്വലാത്ത്, അസ്വലാത്ത്. ഏതാണ് ആ സ്വലാത്ത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാണോ നിസ്കരിച്ച് കാണിച്ചു തന്നത് അതേപോലെ നിസ്കരിക്കണം. നിസ്കരിക്കുമ്പോൾ വുദു എടുത്ത് തങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്, അതുപോലെ വുദു എടുക്കണം, അതുപോലെ വൃത്തിയാവണം, അതുപോലെ വസ്ത്രം ധരിക്കണം. അങ്ങനെ നിസ്കരിക്കുന്ന ആളുകൾ, ആ നിസ്കാരമുണ്ടോ അയാളിൽ തോന്നിവാസം ഉണ്ടാവില്ല, വൃത്തികേടുകൾ ഉണ്ടാവില്ല. നിസ്കാരത്തെ നമ്മൾ ആദരവോടെ കാണണം, നിസ്കാരത്തെ നല്ല ആദരവോടെ കാണണം. ഉമ്മമാര് ഉള്ളത് കൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നിസ്കരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്ത്രം നല്ല വൃത്തി വേണം. നിസ്കരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്ത്രത്തിന് നല്ല വൃത്തി വേണം. നിസ്കാരക്കുപ്പായം അല്ലേ, നിസ്കാരക്കുപ്പായം എന്ന് പറയും, അതാകെ കരിമ്പനടിച്ച്, കയ്യിൻ്റെ അവിടെയും കരിമ്പനടിച്ചാണ്, കൗത്തിൻ്റെ അവിടെയും കരിമ്പനടിച്ചാണ്. അങ്ങനത്തെ അത്ര മോശപ്പെട്ടൊരു വസ്ത്രം ആ പെരിയിൽ വേറല്ല, അത് നിസ്കരിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. നല്ല വൃത്തിയുള്ള നല്ല വസ്ത്രമായിരിക്കണം നിസ്കരിക്കാൻ. അള്ളാഹുവിന്റെ മുമ്പിലല്ലേ നിൽക്കുന്നത്, അതിലും വലിയൊരാളിനി ഉണ്ടോ? യജമാനനായ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കാൻ ഏറ്റവും നല്ല വസ്ത്രമായിരിക്കണം ധരിക്കേണ്ടത്. കല്യാണത്തിന് പോകുമ്പോൾ നമ്മൾ ആ വസ്ത്രം ധരിച്ചു പോകുമോ? കല്യാണത്തിന് വേണ്ട, മരുമകൻ വീട്ടിൽ വന്ന മരുവന്റെ മുമ്പേക്ക് ആ നിസ്കാരക്കുപ്പായിട്ടാണ് ഉമ്മ പോവോ? ആ കരിമ്പനടിച്ച നിസ്കാരക്കുപ്പായം. അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കാൻ നമുക്കൊരു ലജ്ജയുമില്ല. ഇവിടുത്തെ അങ്ങനെ ഉമ്മമാരുണ്ടാവില്ല എന്നാ വിചാരിക്കണം. ഉണ്ടെങ്കിൽ ഓരോട് തന്നെ പറഞ്ഞു മാറണം സഹോദരിമാരെ. നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മാന്യന്മാരായി നിൽക്കാൻ കഴിയണം. അള്ളാഹു നമ്മുടെ ഉള്ളും പുറവും നന്നാക്കി തരുമാറാവട്ടെ. അപ്പൊ ഇസ്ബാഹുൽ വുളൂ പൂർണ്ണമായി ചെയ്താൽ അള്ളാഹു തആല നമ്മുടെ ദോഷങ്ങളെ പുറത്തു തരും. കൈ കഴുകുമ്പോൾ കൈ കൊണ്ട് ചെയ്ത ദോഷങ്ങളൊക്കെ പോകും. മുഖം കഴുകുമ്പോൾ മുഖം കൊണ്ട് ചെയ്ത എല്ലാ ചെറുദോഷങ്ങളും അതിലങ്ങ് ഒലിച്ചു പോകും. ഇങ്ങനെ ഓരോ അവയവങ്ങളെ കൊണ്ടും ദോഷങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും. രണ്ടാമതായി പ്രിയപ്പെട്ട ഉപ്പമാരോട്, ചെറുപ്പക്കാരോട് നഖ്ലുൽ അഖ്ദാമി ഇലൽ ജമാഅത്ത്, ജമാഅത്തുകളിലേക്ക് കാലെടുത്ത് വെക്കുക ദോഷം പൊറുക്കാനുള്ള കാരണമാണ്. ഓ പ്രിയപ്പെട്ട ഉപ്പമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെ, നമ്മളെല്ലാവരും തങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പള്ളിയിലേക്ക് പോകണം, ജമാഅത്തിന് വേണ്ടി പള്ളിയിൽ പോകണം. ജമാഅത്തുകൾക്ക് പള്ളിയിൽ പോവുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ ഐഡന്റിറ്റിയാണ്.
എല്ലാ വക്തിനും ജമാഅത്തിന് പോകണം. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജമാഅത്തിന്റെ സമയത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് സുബ്ഹാന ജല്ല വഅല ബാക്കൊക്കെ നോക്കിയപ്പോൾ ചില ആൾക്കാരെ കാണാനില്ല. പള്ളിക്കൽ ഇമാം ഉണ്ടാവും, അങ്ങനെ നോട്ടം സ്ഥിരമായി വരുന്ന ചില ആൾക്കാരെ കാണാനില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താ ചില ആൾക്കാർ പള്ളിക്ക് വരാത്ത? ഇമാമത്തിന് വേറെ ആളെ ഏൽപ്പിച്ചിട്ട് ഞാനാണ് പോയിട്ട് ഓലെ പേരാണ് കത്തിച്ചാലോ എന്ന് ഞാൻ ആലോചിക്കണം. ഓല അടക്കം പേരയിലിട്ട് ചുട്ടാലോ എന്ന് ഞാൻ ആലോചിക്കണം. ജമാഅത്തിന് വരാതിരിക്കേ അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞാണ്. ജമാഅത്ത് മിസ്സാക്കാൻ പാടില്ല, പരമാവധി ജമാഅത്തിൽ പങ്കെടുക്കണം. ഇത് അതിന് പറ്റിയ ഒരു ലയാലിൽ അശ്റാണ്. വൽ ഫജ്രി വലയാലിൽ അശ്ർ, വലിയ മഹത്വമുള്ള 10 ദിവസങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അള്ളാഹു ഉപയോഗപ്പെടുത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഉസ്താദ് അതിന്റെ മഹത്വങ്ങളൊക്കെ പറഞ്ഞു. കൂട്ടത്തിൽ വൽ ഫജ്രി വലയാലിൽ അശ്ർ എന്ന സൂറത്ത് ഈ ദിനരാത്രങ്ങളിൽ ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഫത്ഹുൽ മുഈനിൽ കാണാം. അതുപോലെ തന്നെ 200 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതൽ വലിയ മഹത്വമുണ്ടെന്ന് ഫത്ഹുൽ മുഈൻ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. ഈ ലയാലിൽ അശ്ർ, ഈ 10 ദിവസങ്ങളിൽ. അപ്പൊ ഈ 10 ദിവസങ്ങൾക്ക് പുണ്യമുണ്ട്, അതിന്റെ ജമാഅത്തിന് സവാബ് കൂടും. ആ ദിവസങ്ങളിൽ ചെയ്യുന്ന തെറ്റുകൾക്ക് ഗൗരവം കൂടും. നന്മകൾക്ക് വർദ്ധിത പ്രതിഫലം കിട്ടുമ്പോൾ തിന്മകൾക്കുള്ള ഗൗരവവും സ്വാഭാവികമായി വർദ്ധിക്കും. ചില സ്ഥലത്തിനനുസരിച്ച്, കാലത്തിനനുസരിച്ച് അങ്ങനെ ഒരു മാറ്റം ഉണ്ടല്ലോ അല്ലേ? പള്ളിയിൽ വെച്ച് സംസാരിക്കുന്നതും പള്ളിന്റെ പുറത്തുനിന്ന് സംസാരിക്കുന്നതും വ്യത്യാസമുണ്ട്. പള്ളിയിൽ വെച്ച് ഒരാൾ ഇബാദത്ത് ചെയ്യുന്നതും പള്ളിയുടെ പുറത്ത് വെച്ച് ഇബാദത്ത് ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. അപ്പൊ സ്ഥലത്തിന് മാറ്റമുണ്ടെന്ന് മനസ്സിലായി. റമദാനിൽ നന്മ ചെയ്താൽ ഒരു നന്മക്ക് 10 ഏറ്റവും ചുരുങ്ങിയത് കിട്ടുകയാണ്. ഒരു നന്മക്ക് ഏറ്റവും ചുരുങ്ങിയത് 10. ഒരു സുന്നത്തിന് ഫർളിന്റെ കൂലി. അപ്പൊ സമയത്തിനും ചില മഹത്വങ്ങളുണ്ട്. റമദാനിൽ തെറ്റ് ചെയ്താൽ ഗൗരവം കൂടുന്നു. അല്ലാമ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അത് പഠിപ്പിക്കുന്നുണ്ട്. ഒരു തെറ്റിന് അള്ളാഹു ഒരു ശിക്ഷ തരുള്ളൂ എന്ന് ഹദീസിലുണ്ട്. പക്ഷെ ആ ഒരു ശിക്ഷ ഉണ്ടല്ലോ, അത് 10 ശിക്ഷയേക്കാൾ വലിയ ഒരു ശിക്ഷയാണെന്ന് ഇബ്നുൽ ജൗസി തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജമാഅത്തിന് പള്ളിയിൽ വരുന്ന ഒരു ശീലം നമ്മുടെ നാട്ടിൽ നന്നായി ഉണ്ടാവണം. അതിന് ഉമ്മമാര് മുൻകൈ എടുക്കണം. 2 മാസം സ്കൂളൊക്കെ ലീവാണ്. സ്കൂളിന്റെ ലീവ് അവസാനിക്കാറായി. എത്ര ജമാഅത്തിന് നമ്മുടെ വീട്ടിൽ നിന്ന് മക്കൾ പോയിട്ടുണ്ടാവും. നമുക്ക് ചൂടായപ്പോൾ ചൂട് കാരണമാണ്, മഴയായപ്പോൾ മഴയും കാരണമാണ്. ഇത് രണ്ടും ഇല്ലാത്തൊരു സമയം ഇല്ലാത്തതുകൊണ്ട് പിന്നെ ജമാഅത്തിന് പോകും വേണ്ട. അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചില്ലേ, നബിയെ കണ്ണ് കാണൂല, ഞാൻ ജമാഅത്തിന് വരണോ? കണ്ണ് കാണൂല, ഞാൻ ജമാഅത്തിന് വരണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചാൽ എന്താ? എന്നാ കണ്ണ് കാണൂലെങ്കിൽ അവിടെ കുത്തിർന്നോന്നല്ല, കേൾക്കുവോ? ബാങ്ക് കേൾക്കുവോ? ബാങ്ക് കേൾക്കുവോ? ബാങ്ക് കേൾക്കും, എന്നാ ജമാഅത്തിന് വരണം. മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു ജമാഅത്തിന് വരാറുണ്ടായിരുന്നു. വരാൻ വേണ്ടി ഒരാളെ കൂലിക്ക് നിശ്ചയിച്ചു. പള്ളിയിലേക്ക് കൈ പിടിച്ച ആളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പ്രായമായ ആളുകൾക്ക് വീട്ടിൽ വണ്ടിയുള്ള ആളുകളുണ്ടാവും. ജമാഅത്തിന് മക്കളെ കൊണ്ട് പള്ളിയിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. നമ്മൾ വേറെ ഒരിക്കലൊക്കെ പോകാൻ സംവിധാനങ്ങൾ ഉണ്ടാക്കാറുണ്ടല്ലോ. അള്ളാഹുവിന് വേണ്ടി ജമാഅത്തിൽ പങ്കെടുക്കുക. എന്തിനാണ്? ദോഷം പുറത്ത് കിട്ടാൻ. എല്ലാ ദോഷവും പുറത്ത് ഒരാൾക്ക് പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ അല്ലേ? എല്ലാ ദോഷം പുറത്ത് പിന്നെ ജമാഅത്തിന് പോകേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ എല്ലാ ദോഷം പുറത്തൊരാളാരുള്ളത്? അമ്പിയാക്കളല്ലാതെ മഅ്സൂമീങ്ങളായിട്ട് അവരല്ലേ ഉള്ളൂ. നമുക്ക് ഇതുവരെ ഒരു ഉറപ്പും കിട്ടിയിട്ടില്ല ദോഷങ്ങളൊക്കെ പുറത്തിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് ദോഷം പൊറിപ്പിക്കാനുള്ള എല്ലാ മാർഗങ്ങളും പ്രിയപ്പെട്ടവരെ നമ്മൾ എടുത്തുകൊണ്ടേയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നഖ്ലുൽ അഖ്ദാമി ഇലൽ ജമാഅത്ത്, ജമാഅത്തിന് പള്ളിയിൽ പോവുക, അത് ഒരാളുടെ ദോഷം പൊറുക്കാനുള്ള കാരണമായി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ അവിടുന്ന് അവസാനം പറയുന്നൊരു കാര്യം, ഇന്തിളാറുസ് സ്വലാത്തി ബഅദസ് സ്വലാ,
ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കൽ ദോഷം പൊറുക്കാനുള്ള കാരണമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നാടുകളിൽ ഇത് പതിവുണ്ടായിരുന്നു. നമ്മുടെ നാടുകളിലൊക്കെ ഇത് പതിവുണ്ടായിരുന്നു. ഉമ്മമാർക്ക് പതിവുണ്ടായിരുന്നു. ഇശാമഗ്രിബിന്റെ ഇടയിൽ ഒരു സ്ഥലമുണ്ട് അല്ലേ? അതിന് സമയല്ലേ? പുതിയ കുട്ടിയോട് ചോദിച്ചു ഇശാമഗ്രിബിന്റെ ഇടയിൽ എന്താ? ഇശാമഗ്രിബിന്റെ ഇടയിൽ പഴയ ഉമ്മമാരൊക്കെ പറയും ഇശാമഗ്രിബിന്റെ ഇടയിൽ. അതിന്റെ ഇടയിൽ വേറെ പരിപാടിയൊന്നുമില്ല. മഗ്രിബ് നിസ്കരിച്ചിരുന്ന നിസ്കാരപ്പായിൽ ഇരുന്ന് അവര് സൂറത്ത് യാസീൻ ഓതും, വാഖിഅ ഓതും, റഹ്മാൻ പാരായണം ചെയ്യും, തബാറക ഓതും, ആ സബൂൽ മുഞ്ചിയാത്ത് മുഴുവനും അവർ ഓതും. അതിനുശേഷം മൗലിദ് ചൊല്ലും, മാല ചൊല്ലും, ദിക്ർ ചൊല്ലും. അപ്പോഴേക്ക് ഇശാ ബാങ്ക് കൊടുക്കും. ഇശാ നിസ്കരിച്ചിട്ടായിരുന്നു ആ നിസ്കാരപ്പായിൽ നിന്ന് ഉമ്മമാരെ എഴുന്നേറ്റിരുന്നത്. നഊദു ബില്ലാഹ്. കാലം മാറി. അങ്ങനെ ഒരു പവിത്രമായ സമയത്തിന്റെ മഹത്വം ഇല്ലാതെയായി. പാതിരാവ് ആളുകളൊക്കെ തുടങ്ങിയിരുന്നത് ഇശാന്റെ ശേഷമായിരുന്നു അല്ലേ? ഇശാന്റെ ശേഷം തുടങ്ങാൻ എന്ത്? എല്ലാവരും മഗ്രിബിന് പള്ളിയിലെത്തും. ഇശാ വരെ ദിക്റും സ്വലാത്തും ഔറാദൊക്കെ കഴിഞ്ഞ് ഇശാ ജമാഅത്തും ഹദ്ദാദും കഴിഞ്ഞിട്ട് പിന്നെ വഅദ്. ഈ മുവഫഖായ വലിയ സമയത്തിന് കൊടുത്ത പ്രാധാന്യമായിരുന്നു. പ്രായമായ ആളുകൾ മഗ്രിബിന് പള്ളിയിൽ വന്നാൽ ഇശാ കഴിയാതെ പുറത്തിറങ്ങാറില്ലായിരുന്നു. ഇന്ന് അങ്ങാടിയൊക്കെ വികസിച്ചു, എല്ലാവർക്കും ഇരിക്കാൻ മാത്രം സ്ഥലമൊക്കെ ഉണ്ടായി. പിന്നെ പള്ളി തന്നെ ഇരിക്കണമെന്നില്ലല്ലോ, അങ്ങാടി പോയി ഇരുന്നാലും മതി. നമ്മൾ ഇശാ ബാങ്ക് കൊടുക്കുമ്പോൾ കയറി വരും. ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ, അല്ലെങ്കിൽ ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും ഈ സിസ്റ്റം കൊണ്ടുവരണം പള്ളികളിൽ. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ നാട്ടിൽ 50 കഴിഞ്ഞ ആൾക്കാരൊക്കെ പള്ളിയിൽ കൂടുക. ഇത് അടുത്ത തലമുറക്ക് കൈമാറാൻ കഴിയണം. നല്ല ഒരു മാതൃക കാണിച്ചു കൊടുക്കണ്ടേ? ചെറുപ്പക്കാരെ കിട്ടണില്ല, പരാതിയില്ലേ? ചെറുപ്പക്കാരെ പള്ളി കിട്ടണില്ല, കുട്ടികൾ പള്ളിയൊക്കെ വരുന്നില്ല, വലിയവരും വരുന്നില്ല. വീട്ടിൽ നിന്നൊരു ഉപ്പ എല്ലാ ദിവസവും സുബഹി ജമാഅത്തിന് എഴുന്നേറ്റ് വരുന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ മക്കളും സ്വാഭാവികമായിട്ട് വരും. ബാപ്പാന്റെ ഒരു ആദത്ത് അങ്ങനെ ഉണ്ട്. അപ്പൊ നമ്മളത് പോവേണ്ടതാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സുബഹി ആയാൽ നേരത്തെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് ഖുർആൻ ഓത്ത് കഴിഞ്ഞ് തഹജ്ജുദിന്റെ സമയം വിട്ട് എല്ലാ മക്കളെ റൂമിലും ചെന്ന് വിളിക്കും. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹ എന്നുള്ള ആയത്ത് ഇങ്ങനെ ഓതിയിട്ട് എല്ലാവരെയും വിളിച്ചോണത്തും. എല്ലാവരെയും ജമാഅത്തിന് പറഞ്ഞേക്കും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. വാപ്പാര് നന്നാവണം, അവ മക്കൾ നന്നാവും. നമ്മുടെ നാട്ടിൽ ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു സിസ്റ്റം രൂപപ്പെട്ടു വന്നാൽ പിന്നെ ആ കാറ്റഗറിയിലേക്ക് വരുന്ന ആളുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ പള്ളിയിലേക്ക് എത്തിത്തുടങ്ങും. ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഒരുപാട് ആളുകൾ ഇരുന്ന് ഇങ്ങനെ പള്ളിയിൽ ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലുക, സ്വലാത്ത് ചൊല്ലുക, കരയുക. ഇതൊരു നാടിന്റെ ആദത്തായി മാറിയാൽ സുബ്ഹാനല്ലാഹ് എന്തായിരിക്കും സൗന്ദര്യം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്ന് നമ്മൾ തീരുമാനിക്കുക, തീരുമാനത്തിന് അള്ളാഹു ഒരു പ്രതിഫലം തരും. നാളെ അത് ചെയ്യാൻ കഴിഞ്ഞാൽ 10 കൂലി കിട്ടും. നാളെ ഇപ്പൊ ചെയ്യാൻ കഴിയുമോ എന്ന് വിചാരിച്ചാണ്ട് ആരും തീരുമാനിക്കാതിരിക്കണ്ട. തീരുമാനത്തിന് കൂലിയുണ്ട്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. അള്ളാഹു നമുക്ക് തൗഫീഖ് ഏറ്റി തരുമാറാവട്ടെ. അപ്പൊ ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുക. ഇത് വലിയൊരു ഇബാദത്താണ്, ദോഷം പൊറുക്കാനുള്ള കാരണമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഓ ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മൾ ഈ മജ്ലിസിലേക്ക് വരുമ്പോ നമുക്ക് നല്ല നിയ്യത്ത് വേണം. നല്ല ലക്ഷ്യത്തിലാണ് ഓരോരുത്തരും വന്നത്. അല്ലാഹു നമ്മളെ കബൂൽ ചെയ്യണം, അല്ലാഹു നമ്മളെ സ്വീകരിക്കണം. റബ്ബ് നമ്മെ കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ ദോഷങ്ങളൊക്കെ നീ പൊറുക്കണേ അല്ലാ. ഓ സഹോദരങ്ങളെ, നമ്മളെ ശബ്ദം കേട്ടുകൊണ്ട് ഈ ഖബർസ്ഥാനിൽ ഒരുപാട് ആളുകൾ അന്തി ഉറങ്ങുന്നുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ട പലരും അവിടെ കിടക്കുന്നുണ്ട്. ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, വലിയുപ്പമാര്, വലിയുമ്മമാര്, പലരും അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. ഇതുപോലെ നമുക്കും അവിടെ സ്ഥലമുണ്ട്. നമ്മളും ഖബറിൽ കിടക്കാനുള്ളവരാണ്. അല്ലാഹു നമ്മുടെയൊക്കെ ആഖിബത്ത് നന്നാക്കി തരട്ടെ.
ഏത് സമയത്ത് മരിക്കുമെന്ന് നമുക്കറിയില്ല, ഏത് സമയത്ത് മരിക്കുമെന്നൊരു ധാരണയുമില്ല. 4 ചെറുപ്പക്കാര് നമ്മുടെ പ്രവർത്തകർ നേരത്തെ ഇടിമിന്നലേറ്റ് മരണപ്പെട്ടു പോയി. അല്ലാഹു അവരെ ഖബർ സ്വർഗമായി കൊടുക്കട്ടെ. ആ കുട്ടികൾ വിചാരിക്കുന്നില്ല നാളെ ഞാൻ മയ്യിത്താണെന്ന് വിചാരിച്ചിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന സാധുവായ ഞാനോ നിങ്ങളോ ചിന്തിക്കുന്നുണ്ടോ ഇന്ന് രാത്രി ഞാൻ മയ്യിത്താകുമെന്ന്? ആരും വിചാരിക്കുന്നില്ല. പക്ഷേ റബ്ബ് തീരുമാനിച്ച സമയം വന്നാൽ ഫലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, നമുക്ക് റബ്ബ് കണക്കാക്കി ഒരു നിമിഷം വന്നാൽ പിന്നെ അല്ലാഹ് പിന്തിപ്പിക്കൂല. ഒരു നിമിഷം പോലും റബ്ബ് നമുക്ക് ആയുസ് നീട്ടിത്തരില്ല. ഓ ചെറുപ്പക്കാരെ, എനിക്ക് ചെറുപ്പമാണെന്ന് വിചാരിക്കണ്ട. എത്ര ചെറുപ്പക്കാരാണ് മരിക്കുന്നത്? വകമ്മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഖില്ലതി വകമ്മിൻ മരീദിൻ ആശ ദഹ്റൻ ലാ ദഹ്രി. എത്ര ആരോഗ്യമുള്ള ആളുകളാണ് പെട്ടെന്ന് മരിച്ചു പോകുന്നത്. എത്ര രോഗികളാണ് കാലങ്ങളായി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം അല്ലാഹുവിന്റെ തീരുമാനമാണ്. നമുക്കതിലൊന്നും പറയാനില്ല. ആരോടാണ് നമ്മൾ പരാതി പറയുന്നത്? ഉമ്മ അടിച്ചു കഴിഞ്ഞാൽ മക്കള് ബാപ്പയുടെ അടുത്ത് ചിലപ്പോൾ പരാതി പറയും. ബാപ്പ അടിച്ചാൽ ഉമ്മയുടെ അടുക്കലോടി വന്ന് പരാതി പറയും. മാതാപിതാക്കൾ പ്രഹരിച്ചാൽ വലിയുപ്പയും വലിയുമ്മയും രക്ഷപ്പെടുത്തും. യജമാനനായ അല്ലാഹ്, ആ റബ്ബ് നമ്മളെ ശിക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ ആര് രക്ഷപ്പെടുത്താനാ? നമുക്കൊരു പ്രതീക്ഷയുണ്ടാവേണ്ടത് മുഹമ്മദുർ റസൂലുള്ളാഹി വലയ്യദീഖ റസൂലല്ലാഹി ജാഹു കബീർ كريم تجلى باسم منتقم. ഒന്നെഴുന്നേറ്റുന്ന മൗലായ صلي وسلم دائما بك خير الخلق لهم. ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല വലൻ യളീഖ റസൂലല്ലാഹി ജാഹു കബീ. ഓ നബിയേ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻതഖിം എന്ന വിശേഷണവുമായി നാളെ ആഖിറത്തിൽ വരുന്ന സമയത്ത് അങ്ങല്ലാതെ മറ്റാരാണ് നബിയേ? അങ്ങയുടെ ജാഹിൽ, അങ്ങയുടെ ആ വലയത്തിൽ എന്നെ കൂടി ഉൾക്കൊള്ളിക്കാമോ നബിയേ? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതെ, അവിടുത്തെ അഹ്ലു ബൈത്തല്ലാതെ നമുക്ക് എന്ത് മാർഗമാണ് രക്ഷപ്പെടാനുള്ളത്? അർഹമുർ റഹീമായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങൾക്ക് ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്ത് നീ വർദ്ധിപ്പിക്കണം റഹ്മാനേ. മുത്തുനബിയെ കൊണ്ട് ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ അല്ലാഹ്. അവിടുത്തോടുള്ള മഹബ്ബത്ത് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണേ അല്ലാഹ്.